എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയാണ് പടം മുഴുവൻ കൊണ്ടുപോകുന്നത്. അതിനകത്ത് പല സീനിലും പറയുന്നുണ്ട് ആ നടിപ്പൻ ചക്രവർത്തി എന്ന് പറയുന്നത് അത് തന്നെ ദുൽഖർ ചെയ്തിട്ടുമുണ്ട്. കിടിലൻ ദുൽഖർ പടം. ദുൽഖർ പിന്നെ എടുത്ത് പറയേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ജേക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് കിടിലാണ്, അടിപൊളി. എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സമുദ്രക്കനി കേട്ടോ, സമുദ്രക്കനി കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് റോള്. ഇതൊരു അഭിനയ സിനിമയാണ്, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ വർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചെയ്യുന്ന ഓരോ വർക്കൊക്കെ ഉണ്ട്, കിടിലനായിട്ടുണ്ട്. പടം അടിപൊളി പടം. പിന്നെ നമ്മുടെ തിയേറ്ററിൽ നിന്ന് ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു സിനിമയാണ്. കാരണം ഇത്രക്ക് കാന്താന്ന് പറഞ്ഞപ്പേ ഒരു എന്താണ് കണ്ടപ്പോൾ ഒരു അത്രയ്ക്ക് ആദ്യം മുതൽ കണ്ടപ്പോൾ അത്ര ഫീല് കിട്ടിയില്ലായിരുന്നു. പിന്നെ അത് കുറച്ചായപ്പോഴാണ് എന്താണ് ഈ പടത്തിൽ കാണാൻ പറ്റിയ എന്തോ ഉണ്ടെന്ന് മനസ്സിലായത്. എന്ന് വെച്ചാൽ ആദ്യം ഞാൻ കയറിയപ്പോൾ എനിക്ക് ആ നല്ലൊരു ബോറിംഗ് ആയിട്ട് തോന്നി. പിന്നെ അവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇത് കണ്ട് ഇതായപ്പോഴാണ് നന്നായിട്ട് തോന്നിയത്. അപ്പോൾ ഇത് മറ്റുള്ളവർ കയറുകയാണെങ്കിലും സിനിമ കയറുകയാണെങ്കിലും ഇപ്പോൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇതെനിക്ക് പറയാനുള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തോന്നിയാലും ആരും കാണാണ്ടിരിക്കരുത്. അത് ഫുള്ളും കാണുന്നതിൽ എല്ലാവർക്കും കുട്ടികൾക്കായാലും ആർക്കാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. കാരണം അത്ര കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയ കുറേ ഇതുണ്ട്, കുറേ ഇമോഷണൽസ് ഉണ്ട്, സങ്കടപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അത്രക്കും ഇതാണ് എനിക്ക് തന്നെ ഭയങ്കര ഒരു ഇതായിപ്പോയി. പിന്നെ ഇത് ഒരു അവാർഡ് കിട്ടേണ്ട ഒരു സാധനമാണ് ഈ പടം. ഒരു അവാർഡ് പടം പോലത്തെ ഒരു പടമാണത്. പിന്നെ ഇത് അങ്ങനെ മാസമല്ല ഫൈറ്റും കാര്യങ്ങളൊന്നും ഇതിനകത്ത് അധികം ഫൈറ്റൊന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ ഇത് അങ്ങനത്തെ ഒരു പടമല്ല, ഇതൊരു അവാർഡ് പടം. പക്ഷേ ദുൽഖറിനെ കണ്ടിരിക്കുക ഇതുവരെ ചെയ്യാത്ത ഒരു വേഷം, ദുൽഖർ ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ് അത് ദുൽഖർ ചെയ്തേക്കണേ. എന്തായാലും ഇന്ന് ദുൽഖർ ഇന്ന് പോലും അങ്ങോട്ട് തൂക്കിയേക്കാണ് വെച്ചാനെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് കാണുക. ദുൽഖറിൻ്റെ പടമാണ്. ദുൽഖറിൻ്റെ പടം അറിയാമല്ലോ, ഓൾറെഡി ഓടും, അത് 100% ഉറപ്പാണ്. ഗംഭീരമായിരിക്കുന്നു എല്ലാവരും. പിന്നെ ദുൽഖറാണെങ്കിലും എല്ലാവരും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഈച്ച് ആൻഡ് എവരി വൺ ആർട്ടിസ്റ്റ് വളരെ മനോഹരമായിരിക്കുന്നു സിനിമ എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സിനിമ കാണാം, പക്ഷെ സിനിമ ഒരു അനുഭവമാണ്. ആക്ടിങ്ങിലൂടെ കടന്നു പോകുന്ന വലിയൊരു സംഭവം. ഇല്ല, ഞാൻ തമിഴിലാണ് കണ്ടത്. തമിഴ് ഭയങ്കര ഫീലായിട്ട് ഗംഭീരമായിരിക്കുന്നു. സിനിമ ഡിപ്പാർട്ട്മെൻറ്റും ഗംഭീരമായിരിക്കുന്നു. നിങ്ങൾ സിനിമ കണ്ടു നോക്കൂ.